ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന ഈ സമയം, കേൾക്കുന്ന വചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ പതിയുവാനും ഫലം പുറപ്പെടുവിക്കുവാനും ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ, വചനം കേൾക്കുന്നവർക്ക്, അത് പാലിക്കുന്നവർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിൻ്റെ സമൃദ്ധിയിൽ ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ലഭിക്കാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥ സഹായം എപ്പോഴും ഈ വചനം കേൾക്കുന്ന സമയം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ ഈ തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. പ്രിയമുള്ളവരെ, ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെ കൂട്ടിക്കൊണ്ട് ഒരു മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. നമുക്കറിയാം, ആ മല താബോർ മലയാണ്. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖം ശോഭിച്ചു, അവൻ്റെ വസ്ത്രങ്ങൾ വെണ്മയുള്ളതായി മാറി. ആ സമയത്ത് ഏലിയായും മോശയും പ്രത്യക്ഷപ്പെടുന്നതായി ശിഷ്യന്മാർ കണ്ടു. അവരെന്തോ യേശുവിനോട് സംസാരിച്ചു. ആ സമയത്ത് ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. ആ മേഘത്തിൽ നിന്ന് അവർ ഒരു സ്വരം കേട്ടു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവിൻ. വാസ്തവത്തിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ ഓരോരുത്തരിൽ നിന്നും എന്താ പ്രതീക്ഷിക്കുന്നത് എന്ന് ആ സമയത്ത് അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു. ഒന്ന്, ഈശോ സ്വർഗീയപിതാവിൻ്റെ പ്രിയപുത്രനാണ്. അവിടുന്ന് വചനം മാംസം ധരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ചു. അവരെ നാം ശ്രവിക്കണം, ശ്രവിക്കുന്ന വാക്കുകൾ സ്വീകരിക്കണം, അതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇത് സ്വർഗസ്ഥനായ പിതാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പ്രിയപുത്രൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്ന ഈ കാര്യം നിറവേറ്റുക എന്നുള്ളത്. ഈശോയുടെ വാക്കുകൾ ശ്രവിക്കുക. അങ്ങനെ ശ്രവിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഈശോ ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്ന വഴി പിതാവ് മഹത്വപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഈശോയിൽ വസിക്കുകയും അവിടുത്തെ വാക്കുകൾ നമ്മിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തും സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് നൽകുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പരാതി പറയാറുണ്ട്: നാളുകളായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്: നമ്മൾ ആരിലാണ് വസിക്കുന്നത്? യേശുവിൽ നാം വസിക്കുന്നുണ്ടോ? യേശുവിൻ്റെ വചനങ്ങൾ നമ്മിൽ നിലനിൽക്കുന്നുണ്ടോ? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളതെല്ലാം ചോദിച്ചു കൊള്ളാൻ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇഷ്ടമുള്ളത് ഏത് ചോദിച്ചാലും സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് തരും. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്: ഈശോയുടെ വാക്കുകൾ നമ്മിൽ നിലനിൽക്കണം. പ്രിയമുള്ളവരെ, ഈശോയുടെ വാക്കുകൾ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് നമ്മളെല്ലാം ദൈവമക്കളായിട്ട് തീരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വചനം വായിക്കണം, അത് കേൾക്കണം, അത് ധ്യാനിക്കണം. മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയും വേണം. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വചനത്തിൽ വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു: ഈ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അത് ജീവിതത്തിൽ പാലിക്കുന്നവരും അനുഗ്രഹീതരാണ്. അപ്പോൾ നമ്മളെല്ലാം അനുഗ്രഹീതരായിത്തീരുന്നത് ഈശോയുടെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. വചനം വായിക്കുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരും. എന്തെന്നാൽ ഈശോ വചനം തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-2 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു,
14-ാം വചനത്തിൽ ഇങ്ങനെ കാണാം, വചനം മാംസമായി നമ്മുടെ ഇടയിൽ അവതരിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അപ്പോൾ വചനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ സ്വീകരിക്കുക എന്നതാണ്. ഈശോയെ സ്വീകരിച്ച് അവൻ്റെ വചനം പാലിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുന്നു. ആ വചനം നമ്മെ ശുദ്ധീകരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിങ്ങളെ ശുദ്ധീകരിക്കും. ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യേശുവിൻ്റെ വചന നിമിത്തം നമ്മളെല്ലാം ശുദ്ധീകരിക്കപ്പെടും എന്ന് പറഞ്ഞാൽ, വചനം വായിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളൊരു വിശുദ്ധീകരണം നടക്കും. നമ്മളിലുള്ള അശുദ്ധിയും പാപവും തിന്മയും നമ്മളറിയാതെ തന്നെ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടാകും. കാരണം വചനത്തിൽ യേശു വസിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 63-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈശോയുടെ വചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഈശോയുടെ വചനത്തിൽ ജീവനുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ ദൈവാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി നമ്മൾക്കെല്ലാവർക്കും ലഭിക്കും. വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മളൊരു സംഭവം കാണുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 44 മുതലുള്ള വചനങ്ങളിൽ പത്രോസ് അപ്പസ്തോലൻ ഒരിക്കലും വിജാതീയരായ ആളുകളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വിജാതീയരായ ആളുകളെല്ലാം പരിശുദ്ധാത്മാവിൽ പൂരിതരായി. അവർ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് പത്രോസ് അപ്പസ്തോലൻ പോലും അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റു വിശ്വാസികൾ വിസ്മയിച്ചു. ഇവരെല്ലാം വിജാതീയരാണല്ലോ, എന്നിട്ടും അവർ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു, അവരുടെ ഇടയിലും കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. ഉടനെ പത്രോസ് അപ്പസ്തോലൻ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളായ ആളുകളോട് പറഞ്ഞു, ഇവർക്കും ജ്ഞാനസ്നാന ജലം നൽകുക, എന്തെന്നാൽ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറയുന്ന അനുഭവം. പ്രിയമുള്ളവർ, ഇത്തരത്തിൽ ആ ആത്മാവിൻ്റെ പ്രവർത്തനം അന്ന് എങ്ങനെ നടന്നോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ നടന്നോ, അതുപോലെ തന്നെ ഇന്ന് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അധികാലം ശുശ്രൂഷ ചെയ്ത ഡൽഹിയിലെ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ പ്രത്യേകിച്ച് ഹിന്ദി ധ്യാനങ്ങൾ ഒക്കെ നടക്കുമ്പോൾ ധാരാളം വിജാതീയരായ ആളുകൾ, യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരിക്കലും കേട്ടില്ലാത്ത ആളുകൾ വചനം കേൾക്കാൻ വരാറുണ്ട്. അങ്ങനെയുള്ളവർ വചനം കേൾക്കുമ്പോൾ അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയുന്നു. അവരുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഒത്തിരി പേർക്ക് രോഗശാന്തി ഉണ്ടാകുന്നു. ഒത്തിരി പേർ അവരുടെ സാക്ഷ്യം പറയുന്ന അവസരത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ആദ്യമായിട്ടാണ് ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടത്, ആദ്യമായിട്ട് ഈ വചനം കേട്ടു. അങ്ങനെ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ എനിക്ക് എൻ്റെ ശരീരത്തിൽ സൗഖ്യം കിട്ടിയിരിക്കുന്നു, യേശു എന്നെ സുഖപ്പെടുത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അനേകരുണ്ട്. ഒരിക്കൽ ഞാൻ ഓർക്കിയ ഒരു ധ്യാനം നടക്കുന്ന അവസരത്തിൽ ഏതാണ്ട് 60-65 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ അവിടെ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹിന്ദി മാത്രം സംസാരിക്കുന്നൊരു സഹോദരനാണ്, ഹിന്ദി ധ്യാനമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? ഉടനെ അയാൾ അറിയാവുന്ന ഭാഷയിൽ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ക്രിസ്തീയ സഹോദരൻ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നു. എനിക്ക് അധികം ഒന്നും കേൾക്കാൻ പറ്റില്ലായിരുന്നു. 10-13 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പനി വന്ന് ആ സമയത്ത് എൻ്റെ കേൾവി ശക്തി ഇല്ലാതായി പോയതാണ്. പിന്നീട് പല മരുന്നുകളൊക്കെ കഴിച്ച് ചികിത്സിച്ച് അല്പസ്വല്പം കേൾവി ശക്തി എനിക്ക് കിട്ടി. അങ്ങനെ ഒരു ചെവി അല്പം വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ എൻ്റെ ചെവിയിൽ വന്ന് എന്തോ ഇങ്ങനെ മുട്ടുന്ന പോലെ എനിക്ക് തോന്നി. അതോടുകൂടി തുറക്കപ്പെട്ടു. ഹല്ലേലൂയായുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഈശോ എന്നെ സുഖപ്പെടുത്തി എന്ന് ആ സഹോദരൻ വന്ന് സാക്ഷ്യപ്പെടുത്തി. അതുപോലുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അനേകർ സൗഖ്യം പ്രാപിക്കുന്ന അനുഭവം. അപ്പോൾ വചനം സുഖപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ, നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും രോഗികളുണ്ടെങ്കിൽ ഒരുപക്ഷെ ചികിത്സയിലായിരിക്കുന്നവരായിരിക്കും, മരുന്ന് കഴിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രീതിയിലുള്ളവരായിരിക്കും. മരുന്നും വൈദ്യശാസ്ത്രവും ഉപേക്ഷിച്ച രീതിയിൽ നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ ആരെങ്കിലും എല്ലാം താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുക്കലെല്ലാം ഇരുന്ന് വചനം വായിക്കുക.
അവർക്ക് കേൾക്കാൻ പറ്റുന്നെങ്കിൽ വായിച്ച് കേൾപ്പിക്കുക. അത് ബൈബിൾ വായിച്ചാകാം, അല്ലെങ്കിൽ ടി വി ചാനലുകളിലൂടെ എല്ലാം ഒത്തിരി ശുശ്രൂഷകൾ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളത് കാണിച്ചു കൊടുക്കുകയോ അവരെ കേൾപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ അവിടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. വചനം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാവും. കാരണം വചനത്തിന് ശക്തിയുണ്ട്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും: അങ്ങയുടെ വചനങ്ങൾ ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, സന്ധിബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി മനുഷ്യൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ്. അവൻ്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ ആ വചനം ജീവനുള്ള ഇരുതലവാളിൻ്റെ മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുമ്പോൾ സൗഖ്യമുണ്ടാകും, ആശ്വാസമുണ്ടാകും, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമുക്കറിയാം, വിശുദ്ധ അഗസ്തീനോസ്, അദ്ദേഹത്തിൻ്റെ അമ്മ വിശുദ്ധ സ്ത്രീ ആയിരുന്നു, വിശുദ്ധയായ മോനിക്ക. ഈ അടുത്ത നാളിലാണല്ലോ നമ്മൾ തിരുനാൾ ആഘോഷിച്ച്, അമ്മയുടെയും മകൻ്റെയും തിരുനാൾ തലേ ദിവസവും പിറ്റേ ദിവസവുമായിട്ട് സഭയിൽ അനേക വർഷങ്ങളായിട്ട് നമ്മൾ ആഘോഷിച്ച് വരികയാണ്. ആ അഗസ്റ്റിൻ നമുക്കറിയാം, തന്നിഷ്ടപ്രകാരം ജീവിച്ചയാൾ, ദൈവത്തെയും ദൈവിക നിയമങ്ങളെയും മറന്നു ജീവിച്ചയാൾ, സുഖലോലുപതയിലും മദ്യാസക്തിയിലും ജഡിക പാപങ്ങളിലും മുഴുകി ജീവിച്ച വിശുദ്ധ അഗസ്റ്റിൻ ഒരു ദിവസം ദൈവത്തിൻ്റെ വചനം വായിക്കാൻ ഇടയായി. അത് റോമാലേഖനത്തിൻ്റെ 13-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങളായിരുന്നു. ആ വചനം ഇങ്ങനെ ആണ് എഴുതിയിരിക്കുന്നത്: ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണ് ഇപ്പോൾ. രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. ഇതാ രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. മദ്യാസക്തിയിലോ ലഹരിയിൽ ജഡിക ആസക്തിയിൽ ഒക്കെയുള്ള നാളുകൾ കഴിയേണ്ട സമയമായി. പകലിന് യോജിച്ച വിധം പെരുമാറുവിൻ. ഇങ്ങനെയുള്ള തിരുവചനങ്ങൾ വായിച്ച അവസരത്തിൽ ആ വചനം, ഇരുതലവാളിൻ്റെ മൂർച്ചയുള്ള വചനം, വിശുദ്ധ അഗസ്റ്റിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ അഗസ്റ്റിൻ മുട്ടിന്മേൽ നിന്ന് ആ സമയത്ത് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. തൻ്റെ പഴയകാല ജീവിതത്തിൽ വന്നുപോയ അന്നുവരെയുള്ള ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അഗസ്റ്റിൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു. നമുക്കറിയാം, ആ അഗസ്റ്റിനാണ് തിരുസഭയിലെ അനേക വിശുദ്ധരിൽ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധൻ. വിശുദ്ധ അഗസ്തീനോസ് ആയി രൂപാന്തരപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം അഗസ്റ്റിൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ഇന്നും അനേകരുടെ ജീവിതത്തെ സജീവവും സനാതനവുമായ ദൈവത്തിൻ്റെ വചനം രൂപാന്തരപ്പെടുത്തുന്നു. നമുക്കറിയാം, മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ദൈവത്തിൻ്റെ വചനം വായിച്ച് ഇങ്ങനെ പറഞ്ഞു. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 26-ാം വചനം: മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്ത് പ്രയോജനം? ഈ വചനം, ഇരുതലവാളിൻ്റെ മൂർച്ചയുള്ള വചനം, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ ആത്മാവിൻ്റെ വിലയെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായി. അന്ന് വരെ ഉണ്ടായിരുന്ന സുഖസൗകര്യങ്ങൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ആത്മാക്കളുടെ രക്ഷയ്ക്കായി, ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു. നമുക്കറിയാം, അദ്ദേഹം ഇന്ത്യയിലും വന്ന് കടലോരങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിലും പ്രസംഗിച്ച് അനേക ആയിരങ്ങളെ, ലക്ഷങ്ങളെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഇന്നും ആ വചനം മദ്യാസക്തിയിൽ നിന്ന്, ജഡിക പാപങ്ങളിൽ നിന്ന്, അതുപോലുള്ള അനേക തിന്മകളിൽ നിന്ന് ദൈവമക്കളെ വീണ്ടെടുക്കുന്നു, രൂപാന്തരപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം, നമ്മെ ആശ്വസിപ്പിക്കും. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി വചനം കേട്ടത് 1978-ലാണ്. അന്ന് 1978 ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയമായിരുന്നു. അന്ന് ദൈവാനുഗ്രഹത്താൽ, ദൈവത്തിൻ്റെ വലിയ പദ്ധതിയായി ഞാൻ ഇന്ന് കണക്കാക്കുന്നു, എനിക്കൊരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി. കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ധ്യാനം കാർമൽ റിട്രീറ്റ് സെൻറ്ററിൽ ബഹുമാനപ്പെട്ട ഒരു വിദേശത്തു നിന്നുള്ള വൈദികനാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല, ഫ്രിറ്റ്സ് മസ്കറിനാസ്, അവർ രണ്ടുപേരും ചേർന്നുള്ള ഒരു ധ്യാനം. അതിൽ ഞങ്ങൾ 48 പേരുണ്ടായിരുന്നു, കോളേജ് വിദ്യാർത്ഥികൾ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവർ. ധ്യാനത്തിൻ്റെ 1, 2, 3 ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ധ്യാനത്തിലെ പാട്ടും പ്രാർത്ഥനയും ഒക്കെ എനിക്ക് ഇഷ്ടമായി.
പ്രാർത്ഥന പലതും ഇംഗ്ലീഷായിരുന്നുകൊണ്ട് അത്രയും കൃത്യമായിട്ടൊന്നും മനസ്സിലാവില്ലായിരുന്നു. വചനം പറയുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നെടുത്ത് ബഹുമാനപ്പെട്ട അച്ഛൻ അത് വിശദീകരിച്ചു. പക്ഷേ അതും കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അത് ശ്രദ്ധിക്കാനുള്ള താല്പര്യവും ഇല്ലായിരുന്നു. ഞങ്ങൾ കോളേജ് പിള്ളേർ എല്ലാവരും പാട്ടും അച്ഛൻ നല്ലപോലെ പാടും, ആ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം വൈകിട്ട് അത്താഴം എല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ഇന്ന് നമുക്കൊരു പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയുണ്ട്, ഒരാരാധന. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പോകാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിലെത്തി. അപ്പോൾ അതുവരെ ഞങ്ങളൊരു കസേരയിലായിരുന്നത്. അച്ഛൻ അവിടെയുള്ളവരോട് പറഞ്ഞു കസേരയെല്ലാം മാറ്റാൻ പറഞ്ഞു, പിള്ളേരൊക്കെ താഴെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും താഴെ ഇരുന്നു. അച്ഛനൊരു ചെറിയ സ്റ്റൂള് അവിടെ കൊണ്ടുവച്ച് അതിൽ ഒരു വിരിയൊക്കെ ഇട്ട് അതിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചു. എന്നിട്ട് പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ആരാധന ആരംഭിച്ചു. ഞങ്ങളെല്ലാവരും താഴെ ഇരുന്ന് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. ചിലരെല്ലാം വളരെ സജീവമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എനിക്കതിനോട് വലിയ താല്പര്യവും തോന്നിയില്ല. ഞാൻ വെറുതെ ആ കൂട്ടത്തിൽ അങ്ങനെ ഇരുന്നു, ചമ്രം പടഞ്ഞ് താഴെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ തുറന്ന് വചനം വായിക്കും. അത് അങ്ങനെ വായിക്കുന്നുണ്ട് എന്നല്ലാതെ എൻ്റെ ശ്രദ്ധയിലേക്കൊന്നും വന്നില്ല. പെട്ടെന്ന് ബൈബിൾ തുറന്ന് അച്ഛൻ ഒരു വചനമെടുത്ത് വായിച്ചു. ഐസയ ചാപ്റ്റർ 49 വേഴ്സസ് 14 and 15. Can a woman forget her own baby? Even if your mother forget you, I will not forget you. I have carved your name on the palm of my hand. പെറ്റമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ ഒക്കുമോ? അവൾ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആ വചനം അതിങ്ങനെ വായിച്ചു. അത് എന്താണ് എങ്ങനെയാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല. പക്ഷേ ആ വചനം ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ച് കേട്ട ഒരു വചനമാണ്. അത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടത് ആരോ എൻ്റെ അടുക്കൽ വന്ന് എന്നെ അങ്ങ് ആലിംഗനം ചെയ്യുന്നു. ഞാനിങ്ങനെ ഒരു സ്വരം കേൾക്കുകയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ എന്തിനാണ് കരയുന്നത്? ഇങ്ങനെ ആരോ എന്നോട് സംസാരിക്കുന്ന പോലെ, ആരോ എന്നെ ആലിംഗനം ചെയ്ത് വെച്ചിരിക്കും, എന്നെ ഇങ്ങനെ പിടിക്കുന്ന പോലെ. ഞാൻ അവിടെ ഇരുന്ന് ബഹളം വെച്ചു, എന്തൊക്കെയോ ഉച്ചത്തിലൊക്കെ പറഞ്ഞു. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ആരാധനയ്ക്ക് ഇടയ്ക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം എന്നെ അങ്ങോട്ട് മാറ്റി. പക്ഷേ എൻ്റെ മനസ്സ് നിറയെ വലിയ സന്തോഷം, എന്തോന്നില്ലാത്ത ആശ്വാസം. എൻ്റെ മനസ്സിൽ നിന്ന് ഏതോ വലിയ ഭാരം നീങ്ങിപ്പോയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. പ്രിയമുള്ളവരെ, ആ സമയത്ത് എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് ഞാനൊന്നും പറയാതെ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന, ഞാൻ ആരോടും പറയാതെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന വലിയ ഒരു രഹസ്യ ദുഃഖത്തിൽ നിന്ന് യേശു എന്നെ സുഖപ്പെടുത്തുകയായിരുന്നു. എനിക്ക് ആശ്വാസം നൽകുകയായിരുന്നു. ആ ഭാരം എന്നിൽ നിന്ന് എടുത്തു നീക്കുകയായിരുന്നു. അതെന്താണെന്നോ, ഞാൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി പെട്ടെന്ന് മരിക്കാൻ ഇടയായത്. ഞാനാണ് എൻ്റെ വീട്ടിലെ മൂത്തയാൾ. എനിക്ക് താഴെ 3 സഹോദരങ്ങൾ കൂടിയുണ്ട്. ഒരനുജനുണ്ട്, ഒരനുജത്തിയുണ്ട്, അതിൻ്റെ താഴെ ഏറ്റവും ഇളയ അനുജൻ. അപ്പോൾ എനിക്ക് 6 വയസ്സ് പ്രായം ഉണ്ടാവും. ഞങ്ങളെല്ലാം 2 വയസ്സിൻ്റെ വ്യത്യാസം. എൻ്റെ ഇളയ അനുജനെ പ്രസവിച്ചിട്ട് അധിക ദിവസങ്ങളൊന്നും ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സമയത്താണ് പെട്ടെന്ന് അമ്മച്ചി, അതും സന്ധ്യാസമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു താഴെ വീണു. എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അടുത്തെങ്ങും ആശുപത്രിയില്ല. അന്ന് എറണാകുളത്തെ ഹോസ്പിറ്റലിൽ. എൻ്റെ വീട് പഴങ്ങനാടാണ്. എൻ്റെ പേര് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേര് ജോർജ് എന്നാണ്. അപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അമ്മച്ചി മരിച്ചു. വെളുപ്പാങ്കാലത്ത് ആയപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് ആളുകളെല്ലാം ഓടിക്കൂടുന്നു. അയൽവാസികളും ബന്ധുക്കളും എല്ലാം വരുന്നു. എല്ലാവരും വലിയ കരച്ചിൽ, ബഹളം. ഞാൻ എൻ്റെ കുഞ്ഞു മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ അമ്മച്ചിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കാണുന്നത് വെളുപ്പാങ്കാലത്ത് ഒരു വാഹനത്തിൽ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മയുടെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നതാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മച്ചി മരിച്ചു. പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായി,
ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മാത്രം, ഞങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അമ്മച്ചിയില്ലാത്തതിൻ്റെ വലിയ ദുഃഖവും വേദനയും ഉള്ളിലൊതുക്കിയാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ പിന്നീട് വളർന്നു വന്നത്. അപ്പച്ചനുണ്ടായിരുന്നു, കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി അപ്പച്ചൻ്റെ അമ്മ, വല്യമ്മ, ഞങ്ങൾ അമ്മാമ്മയെന്ന് പറയും, അമ്മാമ്മയുണ്ടായിരുന്നു. അമ്മാമ്മയ്ക്ക് ആ സമയത്ത് 82 വയസ്സ് പ്രായമുണ്ട്. 2 പ്രാവശ്യം മറ്റോ അന്ത്യകൂദാശ സ്വീകരിച്ച് മരിക്കാൻ കിടന്ന ആ വല്യമ്മച്ചിക്ക് കർത്താവ് വീണ്ടും ആയുസ് കൊടുത്ത് എഴുന്നേൽപ്പിച്ചു. ആ വല്യമ്മച്ചിയും അപ്പച്ചൻ ചേർന്ന ഞങ്ങളെ വളർത്തിയത്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പാടിൻ്റെ ആ സമയത്ത് അമ്മയില്ലാത്തതിൻ്റെ ദുഃഖം, ദാരിദ്ര്യ ദുഃഖം, ഇതെല്ലാം ഉണ്ട്. അതിൽപ്പെട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ, പള്ളിയിലെല്ലാം ചെല്ലുമ്പോൾ, കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആരെങ്കിലും എല്ലാം ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവരെല്ലാം പറയും, ദൈവം സ്നേഹിക്കുന്നു, ദൈവം നല്ലവനാണ്, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, ഇവരൊക്കെ എന്നെ അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, ഇതിലൊരു കാര്യവുമില്ല. ഇങ്ങനെയുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ആഴപ്പെട്ടു വളർന്നു വന്നു. അതുകൊണ്ട് ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അതിനോടുള്ള പള്ളിയിൽ പോക്കിനോടും പ്രാർത്ഥനയോടുമുള്ള താല്പര്യമൊക്കെ എനിക്ക് കുറേശ്ശെ ഇല്ലാതായി. ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ചിന്തയിൽ വരുന്നത്, ദൈവം എന്നെ കൈവിട്ടില്ല, എന്നെക്കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ ധ്യാനത്തിലേക്ക് ഒരു സിസ്റ്റർ എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണ്. അപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ദുഃഖമുണ്ട്. ഇത് ഞാൻ ആരോടും പറയാത്ത ഒരു കാര്യമാണ്. ആ കാര്യം എൻ്റെ കർത്താവിന് അറിയാമായിരുന്നു. കർത്താവ് നമ്മുടെ ഹൃദയം പരിശോധിക്കുന്നു. അവിടെ നമ്മുടെ മനസ്സിൻ്റെ വിചാരങ്ങൾ വരെ അകലെ നിന്നറിയുന്ന ദൈവമാണെന്ന് 139-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൻ്റെ വേദനയും ദുഃഖവും കണ്ണുനീരും എൻ്റെ കർത്താവ് അറിയുന്നുണ്ടായിരുന്നു. നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണുനീര് ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. സങ്കീർത്തനം 56, 8-ാം വചനം. ആ അലച്ചിലുകളും കണ്ണുനീരും അറിയുന്ന എൻ്റെ കർത്താവ് എൻ്റെ അരികെ വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് അമ്മയില്ലെങ്കിൽ അമ്മയേക്കാൾ അധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പെറ്റമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ ഒക്കുമോ? അവൾ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആ സ്നേഹം എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, തിരുവചനം ഇപ്രകാരം പറയും, കർത്താവ് എത്രയോ നല്ലവനെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവിൻ. ആ സ്നേഹം ഞാൻ എൻ്റെ ഹൃദയത്തിൽ അനുഭവിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ആ അനുഭവം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ കർത്താവ് ആ സമയത്ത് എനിക്ക് നൽകിയ ആശ്വാസം, സമാധാനം, സന്തോഷം എൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചു. അന്നു മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ദൈവവചനത്തിൽ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, വചനത്തിന് ശക്തിയുണ്ട്, അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും, അത് ആശ്വാസം തരും, സമാധാനം തരും, സൗഖ്യം തരും, പരിശുദ്ധാത്മാവിനെ തരും. ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ദിവസങ്ങളിൽ എന്നെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി, വചനം വായിക്കണം, വചനം അറിയണം, അത് പ്രചരിപ്പിക്കണം, മറ്റുള്ളവരോട് പറയണം. ഏതായാലും 5 ദിവസം ധ്യാനം കഴിഞ്ഞ് ധ്യാനമന്ദിരത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്കൊരൊറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവേ, നീ ഇത്രയും സ്നേഹിക്കുന്ന ദൈവമാണല്ലോ, വചനത്തിൽ ഇത്രമാത്രം ശക്തിയുണ്ടല്ലോ, ഈ വചനത്തിൽ നീ ജീവിക്കുന്ന ദൈവമാണല്ലോ, ഇതെല്ലാവരോടും പറയാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് അന്ന് ഞാൻ ധ്യാനമന്ദിരത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത്. പ്രിയമുള്ളവരെ, അതിനുശേഷം ഞാൻ വചനം വായിക്കാൻ തുടങ്ങി, ധ്യാനിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. എവിടെയെല്ലാം ധ്യാനമുണ്ടോ അവിടെയെല്ലാം പോയി ധ്യാനം കൂടാൻ തുടങ്ങി. അതിനെ തുടർന്ന് എനിക്ക് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരായ നായിക്കമർമ്പിളച്ചൻ, പനക്കിലച്ചൻ, ഇങ്ങനെ തുടങ്ങി അക്കാലത്ത് സുവിശേഷകർ ആയിരുന്ന ബഹുമാനപ്പെട്ട വൈദികരോടെല്ലാം എനിക്ക് പരിചയപ്പെടാനും അവരുമൊക്കെയായിട്ട് ബന്ധപ്പെടാനും ഒക്കെയുള്ള അവസരം കർത്താവ് ഒരുക്കി തന്നു. ജൂലൈ മാസത്തിൽ ഞാൻ ധ്യാനം കഴിഞ്ഞ് ഉറങ്ങി. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഈശോയുടെ നാമത്തിൽ സ്റ്റേജിൽ നിൽക്കാനും ഈശോയെക്കുറിച്ച് പറയാനും അവിടെ തന്നെ അനുഗ്രഹിച്ചു. അന്ന് തുടങ്ങിയ യാത്ര ഇന്നും ഞാൻ തുടരുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, കർത്താവ് എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്, അത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് അത് മറ്റുള്ളവരോട് പ്രഘോഷിച്ച് മുന്നോട്ട് പോകുന്നു. ഈ യാത്രയിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അനവധിയാണ്. അതേക്കുറിച്ച് പിന്നീടെപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാം. ദൈവം നൽകിയ ഈ സമയത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവനാമത്തിൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ആമേൻ.